Introduction to Trigonometry chapter exercise 8.3 first question. Express the trigonometric ratios sin A, sec, tan A in terms of cot A. ഈ സെക്ഷനിൽ നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് പഠിച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് സൈൻ എ ആണ് ഇൻ ടേംസ് ഓഫ് കോട്ട്. സൈനും കോട്ടുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു റിലേഷനും ഇല്ല. സൈനും കൊസീക്ക് ഉണ്ട്, സൈനും കോസ് ഉണ്ട്. നമുക്ക് കൊസീക്ക് ചെയ്ത് നോക്കാം, ബിക്കോസ് കൊസീക്കും കോട്ടും ആയിട്ടുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോ ഉണ്ട് അല്ലെ. 1 + cot square theta is equal to cosec square theta എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ഉണ്ട്. അപ്പോൾ സൈനിനെ നമുക്ക് കോസിലേക്ക് മാറ്റാം, കോസിനെ എന്നിട്ട് കോട്ടിലേക്ക് പോവാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ what is sin A equal to in terms of cosec A? Sin A is equal to 1/cosec A ഉണ്ട്. ഈ ഐഡന്റിറ്റിന്ന് 1 + cot square theta is equal to cosec square theta എന്ന് cosec theta എന്തായിട്ട് ഏതാ? √1 + cot square theta. ഞാൻ cosec square theta ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ taking square root on both sides നമുക്ക് എന്ത് കിട്ടും? √1 + cot square theta കിട്ടും. ഈ ഇവിടെയുള്ള 1 ഡിനോമിനേറ്ററുള്ള കൊസീക്കയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? √1 + cot square theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കിവിടെ സൈൻ എ ഇൻ ടേംസ് ഓഫ് കോട്ട് എ കിട്ടി. അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സീക്ക് ആണ്. സീക്കും കോട്ടും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കിയേ. ഡയറക്റ്റ് ആയിട്ട് റിലേഷൻസ് ഒന്നും ഇല്ല അല്ലേ. പിന്നെ ഉള്ളത് സീക്കും ടാനും ആയിട്ടുണ്ട്, പിന്നെ ടാനും കോട്ടും ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സീക്കിന് ടാൻ ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഐഡന്റിറ്റി ഉണ്ട് അല്ലെ. 1 + tan square theta is equal to sec square theta ഉണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള സീക്കേന് നമുക്കൊന്ന് മാറ്റി എഴുതാം. √sec square A എന്ന് പറഞ്ഞിട്ട് എഴുതാം. √sec square A എന്ന് സീക്കേനെ മാറ്റിയിട്ട് √sec square A എന്ന് എഴുതി. ഇനി ഇവിടെയുള്ള ഈ sec square Aക്ക് പകരം ഞാൻ എന്ത് എഴുതാൻ പോകുന്നത്? 1 + tan square theta. അതായിരുന്നു കിട്ടിയ നമുക്ക് ഐഡന്റിറ്റിന്ന് കിട്ടിയ കാര്യം. അപ്പോൾ 1 + tan square A ആയി. ഓക്കെ, ഇനി ടാനും കോട്ടും തമ്മിൽ റിലേഷൻ ഉണ്ട്. tan A is equal to 1/cot A. ഇവിടെ സ്ക്വയർ ഉള്ളതുകൊണ്ട് 1/cot A the whole square, 1/cot square A. അങ്ങനെയാണ് 1/cot square A. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. ഓൾറെഡി നമുക്ക് കോട്ടിന്റെ ടേംസിൽ കിട്ടി. കുറച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പം എന്ത് കിട്ടും? നമുക്ക് ഡിനോമിനേറ്റർ cot square A ആക്കുന്നേരം എന്താ വരാ? cot square A + 1. ഈ 1ന് പകരം cot square A/cot square A എഴുതുക ചെയ്യുന്നത്. അതുകൊണ്ട് ന്യൂമറേറ്ററിൽ cot square A + 1/√cot square A. ഇനി ഫർദർ നമുക്ക് എന്തെങ്കിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഈ റൂട്ടിനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിടാം. ന്യൂമറേറ്റർ നമുക്ക് അധികം ഒന്നും ചെയ്യാനില്ല. cot square A + 1 എന്ന് തന്നെ എഴുതണം റൂട്ടിൻ്റെ ഉള്ളിൽ. √cot square A in the denominator can be written as cot A എന്ന് എഴുതാം അല്ലെ. √cot square A ന് cot A ആയിട്ട് എഴുതും. അപ്പോൾ സീക്കേനെ നമുക്ക് എന്ത് കിട്ടി? ഇൻ ടേംസ് ഓഫ് cot A കിട്ടി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അല്ലെ, tan A കൂടി ചോദിച്ചിട്ടുണ്ട്. tan A കോട്ടും ഡയറക്റ്റ് തന്നെ റിലേഷൻ ഉണ്ട് അല്ലെ. tan A is equal to 1/cot A അല്ലേ. ആൻസർ ഡയറക്റ്റ്ലി കിട്ടി. ഓക്കെ, താങ്ക് യു.